ഹായ് ഓൾ, ഇന്ന് ഞാനൊരു സ്പാനിഷ് ഓംലെറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പേര് കേൾക്കുന്ന പോലെ തന്നെ ഇതൊരു സ്പാനിഷ് റെസിപ്പിയാണ്. പക്ഷേ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റുള്ളൊരു ഓംലെറ്റാണിത്. അപ്പോൾ നമുക്കിങ്ങനെ ഉണ്ടാക്കുന്നതിന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5 മുട്ട എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വേറെ എരിവിന് വേണ്ടി ഒന്നും ചേർക്കുന്നില്ല, ഈ കുരുമുളക് പൊടിയുടെ എരിവ് മാത്രമേ ഉള്ളൂ. എന്നിട്ടൊരു സ്പൂണോ അല്ലെങ്കിൽ ഒരു വിസ്കോ ഉപയോഗിച്ച് നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പാൻ ഗ്യാസിൽ വെച്ച് ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക. വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ യൂസ് ചെയ്യുക. നമ്മുടെ വെളിച്ചെണ്ണയുടെ ഒരു സ്മെല്ലും ടേസ്റ്റും ഇതിന് സ്യൂട്ടാവില്ല. എന്നിട്ട് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒത്തിരി ഡീപ്പ് ഫ്രൈ ഒന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി. അതിലേക്ക് 1 സവോള ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് ക്യാപ്സിക്കവും കൂടെ ചേർക്കുക. അപ്പോൾ ക്യാപ്സിക്കം ഇതിൽ ഓപ്ഷണലാണ്. ഉരുളക്കിഴങ്ങും സവോള മാത്രം എടുത്താലും മതിയാവും. അപ്പോൾ നമ്മൾ മുട്ടയിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്, വേണമെങ്കിൽ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ മുട്ടയിലുള്ള ഉപ്പ് മാത്രമാണ് ഉപയോഗിക്കുന്നുള്ളൂ. ഇത് ആവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഒത്തിരി ഒന്നും ഫ്രൈ ആവണ്ട, കുറച്ചൊന്ന് ഫ്രൈ ആയി വന്നാൽ മാത്രം മതിയാവും. ഇനി നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സിലേക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും സവോളയുടെയും ക്യാപ്സിക്കത്തിൻ്റെയും കൂടെ മിക്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിതൊരു 15-20 മിനിറ്റോളം ഒന്ന് മൂടി വയ്ക്കുക. അപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ ഇതിൽ കിടന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 15 മിനിറ്റ് ഇത് മൂടി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലത്തെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ആദ്യം വെജിറ്റബിൾസ് ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ ഉപയോഗിക്കുക. എന്നിട്ട് നമ്മുടെ മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒത്തിരി വലിയ പാൻ എടുക്കരുത്, ചെറിയ പാൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് അതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. നമുക്ക് ഒരു സൈഡ് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് മറിച്ചിടാം. അപ്പോൾ ഈ ഫുൾ ഇതുപോലെ തന്നെ കിട്ടാനായിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള സ്പൂണൊന്നും വെച്ചിട്ട് മറിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പ്ലേറ്റ് ഉപയോഗിച്ചിട്ട് ഫ്ലിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പ്ലേറ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ചിട്ട് ഒരു കൈ ഇതിൻ്റെ മുകളിൽ വയ്ക്കുക. എന്നിട്ടിത് ഫ്ലിപ്പ് ചെയ്യുക. അപ്പോൾ എൻ്റെ കയ്യിൽ 2 സൈഡിലും പിടിയുള്ള പാത്രമാണുള്ളത്. അപ്പോൾ ഞാനിതുപോലെ 2 സൈഡിലും പിടിച്ചിട്ട് ഒന്ന് ഫ്ലിപ്പ് ചെയ്യുകയാണ്. ഗ്യാസ് ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അപ്പുറത്തെ സൈഡും കൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ ഒന്നുകൂടെ പാൻ ചൂടാക്കുക. എന്നിട്ട് ഈ പ്ലേറ്റ് ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ ചെരിച്ചു കൊടുത്താൽ മതി. നമ്മുടെ എഗ് ഓംലെറ്റ് ഇതിലേക്ക് വീണിട്ടുണ്ടാവും. എന്നിട്ട് നമ്മുടെ അടുത്ത സൈഡും കൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു സ്പൂൺ വെച്ചിട്ട് എടുക്കാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ആദ്യം കാണിച്ച പോലെ പ്ലേറ്റ് വെച്ചിട്ട് ഫ്ലിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഏതാണ് എളുപ്പം അതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്പാനിഷ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ ഓംലെറ്റ് ഒന്ന് മുറിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ അതോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കാം. സിമ്പിളാണ്, എന്നാൽ ഡിഫറെൻറ്റ് ടേസ്റ്റുമാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം.